തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ ആറ്റുകാൽ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും ഓട്ടോ മാർഗം കയറി ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ബസ്സിൽ വരുന്നവരാണെങ്കിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോയിൽ കയറി ഈ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡും തമ്മിൽ വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് 4 കിലോമീറ്റർ ദൂരമേ വരികയുള്ളൂ. ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല വളരെ വിശേഷമാണ്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് നാരങ്ങാവിളക്ക് വഴിപാട്. രാഹുദോഷം മാറുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വഴിപാട് നടത്തുന്നത്. വിചാരിച്ച കാര്യം സാധിക്കുവാനും ഇത് ഉപകരിക്കും. മംഗല്യവിളക്ക്, ഐശ്വര്യവിളക്ക്, കുടുംബവിളക്ക് എന്നിവയുണ്ട്. നാരങ്ങാമാല, കലശാഭിഷേകം എല്ലാം പ്രധാനമാണ്. വിവാഹം നടക്കാത്തവർ ആറ്റുകാലമ്മയ്ക്ക് സാരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ 1 വർഷത്തിനകം മംഗല്യഭാഗ്യം ലഭിക്കും എന്ന് പറയപ്പെടുന്നു. നേർച്ച നേർന്ന് വിവാഹശേഷമാണ് ചിലർ ഇത് സമർപ്പിക്കുന്നത്. 10 രൂപയും സാരിയുമാണ് സമർപ്പിക്കേണ്ടത്. ഈ വഴിപാട് ബുക്കിംഗ് വഴിയാണ് നടത്താൻ പറ്റുന്നത്. രാവിലെ 5 മണി മുതൽ ക്ഷേത്രനട അടയ്ക്കുന്നത് വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് സാരി മാറ്റി വിഗ്രഹത്തിൽ ഉടുപ്പിക്കും. അങ്ങനെ നട അടയ്ക്കുമ്പോൾ ഉടുപ്പിക്കുന്ന സാരി പിറ്റേന്ന് രാവിലെ നട തുറക്കുമ്പോഴാണ് മാറ്റുന്നത്. ഈ സമർപ്പിക്കുന്ന സാരികൾ എല്ലാം തന്നെ പിന്നീട് ലേലം ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലേലത്തിലൂടെ സ്വന്തമാക്കുന്നവർ ഇത് വീടുകളിലെ പൂജാമുറിയിൽ ദിവ്യ വസ്തുവായി സൂക്ഷിക്കും. കുങ്കുമാഭിഷേകം, ബാധ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആയി ആറ്റുകാലമ്മയ്ക്ക് വെടിവഴിപാട് എന്നിവ നടത്താറുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ചോറൂണ് നടത്തുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാകില്ല. എല്ലാവിധ സൗഭാഗ്യത്തോടെയും ആരോഗ്യ സൗഖ്യത്തോടെയും ജീവിക്കുവാനുള്ള ഭാഗ്യവും ആ കുട്ടിക്ക് ലഭിക്കുന്നു. അടുത്തതായുള്ള നാണയ സമർപ്പണം എന്ന വഴിപാട് ധനധാന്യ സമൃദ്ധിക്കുള്ളതാണ് ഉള്ളതായ ഉറപ്പായ വഴിപാടാണ്. ഇവിടെ ഭാഗ്യസൂക്താർച്ചന നടത്തുന്നവർക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. വിദ്യാസൂക്താർച്ചന വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തിക്കും മറ്റും ചെയ്യുന്ന ഒരു പ്രധാന വഴിപാടാണ്. സഹസ്രനാമാർച്ചന, സ്വയംവരാർച്ചന, മുഴുക്കാപ്പ് തുടങ്ങിയവർക്ക് നടത്തുന്നവർക്ക് സർവ്വവിധ ഐശ്വര്യവും ആഗ്രഹസാഫല്യവും ലഭിക്കുന്നു. സൽസന്താന ലബ്ധിക്ക് ഇവിടെ ഉള്ള നേർച്ചയാണ് പിടിപ്പണം പാലൽ. ഇവിടെയുള്ള വഴിപാടിലെല്ലാം വ്രതശുദ്ധിയോടുകൂടി നടത്തുന്നതാണ് നല്ലത്. ജാതിപഥം ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ആറ്റുകാൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. പൊങ്കാല ദിവസം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ എന്ന് ജപിക്കാവുന്നതാണ്. ആഗ്രഹസാഫല്യത്തിന് ഇവിടെ വെള്ളനിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. പാൽപ്പായസവും ശർക്കരപ്പായസവും ഐശ്വര്യം, ആരോഗ്യസൗഖ്യം എന്നിവയ്ക്ക് വേണ്ടിയുള്ള വഴിപാടുകളാണ്. തെരളി, മണ്ടപ്പുറ്റ് എന്നിവയും മറ്റ് പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. മണ്ടപ്പുറ്റ് വഴിപാട് വിട്ടുമാറാത്ത തലവേദന ഉള്ളവർക്ക് ഇവിടെ നടത്തിയാൽ അസുഖം ഭേദമാകും എന്നാണ് പറയപ്പെടുന്നത്. ഇതോടെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ചുരുക്കുന്നു. എൻ്റെ ഇത് മുമ്പുള്ള വീഡിയോകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. അമ്പലങ്ങളുടെ വീഡിയോകൾ ഒരു 7 എണ്ണത്തിൽ കുറയാതെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണാൻ താല്പര്യപ്പെടുന്നു.